ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കാരണം ആശുപത്രി സംബന്ധമായ ചില കാരണങ്ങളാൽ 2 ദിവസം റെസ്റ്റായിരുന്നു. ഇപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അരുണാചൽ പ്രദേശിൽ നമ്മൾ കണ്ടിരിക്കേണ്ട 5 സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിൽ നമ്പർ 1 തവാങ്. ഇവിടുത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം പേരും ഗിരിവർഗക്കാരാണ്. ജനങ്ങളിൽ ഏറിയ പങ്കും ബുദ്ധമത വിശ്വാസികളും. തവാങ്ങിൽ ഏറിയ പങ്കും മഞ്ഞുമലകളായിരിക്കും, എപ്പോഴും മഞ്ഞ് വീണുകൊണ്ടിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഞാനും ഇവിടുന്ന് പോകുന്നത്. പക്ഷേ ഞാനും അതിന് മാത്രം മഞ്ഞുകളൊന്നും കണ്ടില്ല. വളരെ കുറച്ച് മഞ്ഞൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ മഞ്ഞ് പെയ്യുന്ന സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അവിടെ മഞ്ഞ് പെയ്യുന്നത് ചിലപ്പോൾ ഡിസംബറിലായിരിക്കും. പക്ഷേ ആ സമയത്തൊക്കെ നല്ല മൂടൽമഞ്ഞായിരിക്കും. അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യയിലെ ഉദയസൂര്യൻ്റെ നാട് എന്നാണ്. അത് ശരിക്കും സത്യമാണ് കേട്ടോ. കാരണം ഞാൻ ഇവിടെ ഈ അരുണാചൽ പ്രദേശ് ജീവിക്കുന്നത് കൊണ്ട് ഒരു 4 മണി 4:10 4:15 ആകുന്ന സമയം ഇവിടെ നല്ല വെളിച്ചമാണ്, വെളിച്ചമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 5:45 6 മണി ആകാറാകുമ്പോഴാണ് നേരം വെളുക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു 4:15 ആകുമ്പോഴത്തേക്കിന് നന്നായിട്ട് നേരം വെളുത്തിരിക്കും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് രാത്രിയാവുകയും ചെയ്യും. ഇന്ത്യയുടെ ഓർക്കിഡ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതും അരുണാചൽ പ്രദേശാണ്. ഇവിടെ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ: തവാങ് മൊണാസ്ട്രി, വാർ മെമ്മോറിയൽ, പീഡിസോ ലേക്ക്. ഞങ്ങൾ വാർ മെമ്മോറിയൽ കാണാൻ ചെന്നപ്പോൾ അവിടെ എല്ലാം ചില മലയാളികളുടെ പേരുകൾ, കഴിഞ്ഞ യുദ്ധകാലഘട്ടത്തിൽ മരിച്ചുപോയ ചില മലയാളികളുടെ പേരുകൾ അവിടെ ലിപികളിൽ കുത്തിവെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ ഒന്നോ അതിലധികമോ വാർ മെമ്മോറിയൽസ് ഉണ്ട്. എല്ലാം നമ്മൾക്ക് കാണാനുള്ള സൗകര്യം അവരൊരുക്കി തന്നിട്ടുണ്ട്. 1962 യുദ്ധത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ സൈനികരെ ഉദ്ദേശിച്ചാണ് വാർ മെമ്മോറിയൽ നിർമ്മിച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 13,700 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത പാതയാണ് സേലാ പാസ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചുരങ്ങളിലൊന്നായ ഈ ചുരത്തിന് മുകളിലൂടെ ഞങ്ങളും വാഹനം ഓടിച്ച് വന്നതിന് ശേഷം സേലാ പാസിന് മുകളിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ശ്വാസതടസ്സം നല്ലതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ഓക്സിജൻ്റെ കുറവ് വളരെ കുറവാണ്. സേലാ പാസിന് മുകളിൽ ഓക്സിജൻ്റെ കുറവ് വളരെയധികം കുറവാണ്. ചുരത്തിൻ്റെ മുകളിൽ നിന്നാൽ കാണാൻ കഴിയുന്ന സേലാ തടാകം ടിബറ്റൻ ബുദ്ധമതത്തിൽ പവിത്രമായ പ്രദേശത്തെ 101 തടാകങ്ങളിൽ ഒന്നാണ്. വിന്റർ സീസണിൽ സേലാ പാസിൽ നല്ല തോതിലുള്ള മഞ്ഞ് വീഴ്ചയ്ക്ക് കാരണമാണ്. ആ സമയങ്ങളിൽ ചിലപ്പോൾ താൽക്കാലികമായി ചുരം അടച്ചിടും. അല്ലാത്ത പക്ഷം വർഷം മുഴുവൻ ഈ ചുരം തുറന്നു വച്ചിരിക്കും. ഞങ്ങൾ അവിടെ ചെന്ന സമയത്തും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു വാഹനം ഓടിക്കാൻ. കാരണം നല്ല തോതിലുള്ള മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. അവിടെയൊക്കെ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റ് വാഹനം ഓടിക്കുന്ന ടാക്സി ഡ്രൈവർമാരൊക്കെ ആണെന്ന് പറഞ്ഞാലും വളരെ സ്പീഡിലാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. കാരണം ഇവർക്ക് ഈ മഞ്ഞൊന്നും യാതൊരു പ്രശ്നമേ അല്ലായിരുന്നു. അടുത്ത സ്ഥലമാണ് മേച്ചുക്ക. അരുണാചൽ പ്രദേശിൽ ഒരു ഓഫ് ബീറ്റ് സാഹസികത ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് മേച്ചുക്ക. മിനി സ്വിറ്റ്സർലൻഡ് എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു. ഡോർജിലിംഗ് ഗ്രാമം, ഹനുമാൻ പോയിന്റ്, ഗുരുദ്വാര, സനാതൻ യോങ്ജാം മൊണാസ്ട്രി എന്നിവയൊക്കെ മേച്ചുക്കയിൽ കാണാൻ സാധിക്കും. അരുണാചൽ പ്രദേശിൽ ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മേച്ചുക്കയും കണ്ടിരിക്കേണ്ടതാണ്. അരുണാചൽ പ്രദേശിലെ പഴയകാല പട്ടണമാണ് സിറോ. ഇത് പൈൻ മരങ്ങൾ കൊണ്ടും മൊട്ടക്കുന്നുകൾ കൊണ്ടും പേര് കേട്ടതാണ് ഈ സ്ഥലം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ചൂടുകാലത്തും ഇവിടെ തണുത്ത കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ അപ്പതാനി ഗോത്രവർഗക്കാർ വസിക്കുന്നതും ഇവിടെയാണ്. അരുണാചൽ പ്രദേശിലെ സിയാങ് ജില്ലയുടെ ആസ്ഥാനമാണ് പാസിഗഡ്. അരുണാചലിലെ ഏറ്റവും പഴക്കം ചെന്ന പട്ടണമാണ് ഇത്. ഹിമാലയത്തിന്റെ കിഴക്കൻ താഴ്വരയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 155 മീറ്റർ ഉയരത്തിലാണ് പാസിഗഡ് സ്ഥിതി ചെയ്യുന്നത്. അരുണാചൽ പ്രദേശ് ഇനിയും വേറെ സ്ഥലങ്ങളുണ്ട് കാണുവാനായിട്ട്. പക്ഷേ ഞാൻ ഈ പ്രധാനപ്പെട്ട 5 സ്ഥലങ്ങൾ മാത്രമേ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇറ്റാനഗർ, അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്.